Hello all, welcome back to channel Easy Homework. I'm Krishna. In class 7 chapter perimeter and area part 2 ആയിട്ടാണ് വന്നേക്കുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാരലോഗ്രാമിന്റെ ട്രയാങ്കിളിന്റെയും സ്ക്വയർ ആൻഡ് റെക്ടാങ്കിളിന്റെ ഒക്കെ ഏരിയ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു. ഒന്നുകൂടെ പറയാം, പാരലോഗ്രാമിന്റെ ഏരിയ എന്ന് പറയുന്നത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഒരു പാരലോഗ്രാം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് ഫിഗർ നന്നായിട്ട് അനലൈസ് ചെയ്യുക. അതിൻ്റെ അകത്ത് ഏതാണോ ബേസ് എന്ന് തന്നേക്കുന്നത് ആ ബേസിന് കറസ്പോണ്ടിങ് ഹൈറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ മാത്രം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഏരിയ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ തന്നേക്കുന്ന എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ചുകൂടി നമുക്കൊന്ന് ചിന്തിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് നമ്മുടെ ബോർഡ് പ്രോബ്ലം ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അന്നേരം എത്തുമ്പോൾ പറയാം. ഇവിടെ നോക്കിയിടാം. നമുക്കറിയാം ഏരിയ ഓഫ് പാരലോഗ്രാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏരിയ ഓഫ് എക്സസൈസ് ആണ് 9.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ഇവിടെ ബേസ് എന്ന് പറഞ്ഞേക്കുന്നത് ആരാണ്? 7 സെന്റിമീറ്റർ. ഈ ബേസിന് കറസ്പോണ്ടിങ് ഹൈറ്റ് എന്ന് പറയുന്നത് എവിടെ നിന്നായിരിക്കും? ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും ഇതിലേക്ക് ബേസിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലറിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ അതിന്റെ ഹൈറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ ബേസ് എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ, ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4 സെന്റിമീറ്റർ. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 28 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഏരിയ ആയതുകൊണ്ട് യൂണിറ്റ് എന്തായിരിക്കും? സ്ക്വയർ യൂണിറ്റ് ആയിരിക്കും. സെന്റിമീറ്റർ ആണ് തരുന്നതെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ, മീറ്റർ ആണ് തരുന്നതെങ്കിൽ മീറ്റർ സ്ക്വയർ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ നമുക്ക് ബേസ് തന്നിട്ടുണ്ട്. ആ ബേസിന് കറസ്പോണ്ടിങ് ആയിട്ടാണോ ഹൈറ്റ് തന്നേക്കുന്നതെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ കാണിച്ചത്. ഇപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. 5 സെന്റിമീറ്റർ തന്നു. ഇതാണ് 3 സെന്റിമീറ്റർ തന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് ഹൈറ്റ് ആണോ തന്നേക്കുന്നത്? അല്ല. അപ്പൊ നമുക്കിവിടെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ബേസ് തന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ബേസും ഹൈറ്റും മൾട്ടിപ്ലൈ ചെയ്ത് ഏരിയ എന്ന് എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ തന്നേക്കുന്ന ബേസ് എത്രയാണ്? 5 സെന്റിമീറ്റർ ഇവിടെയാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഇതായിരിക്കും അല്ലെങ്കിൽ ഇതായിരിക്കും. അതിൽ നിന്ന് വേണം എന്ത് വരാൻ? ഹൈറ്റ് വരാൻ. എന്നാൽ മാത്രമേ ആ ഹൈറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എവിടെയെങ്കിലും ഒരു ഹൈറ്റ് എവിടെയെങ്കിലും ഒരു ബേസ് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏരിയ കിട്ടില്ല. അതുകൊണ്ടാണ് കറസ്പോണ്ടിങ് ഹൈറ്റ് എന്ന് പറയുന്നത് ഞാൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ പഠിച്ച കാര്യം എന്താണ്? ഇപ്പോൾ എന്താ ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 സെന്റിമീറ്റർ ടു 4 സെന്റിമീറ്റർ അതായത് 28 സെന്റിമീറ്റർ സ്ക്വയർ എന്ന ആൻസറിലേക്ക് വരാതെ ആദ്യം നിങ്ങൾക്ക് അറിയുന്ന ഫോർമുല അവിടെ എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ ബേസ് ഇവിടെ 5 സെന്റിമീറ്റർ. ആ ബേസിന്റെ കറസ്പോണ്ടിങ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 15 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, കറസ്പോണ്ടിങ് ബേസും ഹൈറ്റും ഉണ്ട്. അപ്പോൾ 2.5 സെന്റിമീറ്റർ ഇൻറ്റു എന്ത് വരും? 3.5 സെന്റിമീറ്റർ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കിയടാ? 35 25. 5 into 5 25. 5 3s are 15 plus 2 17. 5 into 2 10 7. 875. എത്ര ഡെസിമൽ മാറ്റണം? 1 2. അപ്പോൾ 8.75 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഏതിന്റെ? തേർഡ് വണ്ണിന്റെ ആൻസർ. ക്ലിയർ ആണോ? ഇനി അതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെയും ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ നോക്കിയാൽ ബേസ് തന്നേക്കുന്നത് ഇവിടെയാണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ബേസ് എന്ന് തന്നേക്കുന്നത്. ആ ബേസിന് കറസ്പോണ്ടിങ് ആയിട്ടാണോ ഹൈറ്റ് തന്നേക്കുന്നത്? ആണ്. എന്തുകൊണ്ടാണ്? ഇതാണ് ബേസ് എങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ഇത് രണ്ടുമാണ്. ഇതിൽ നിന്ന് തന്നെയാണ് എന്ത് വന്നേക്കുന്നത്? ഹൈറ്റ് വന്നേക്കുന്നത്. സോ ബേസ് ഇവിടെ 5 സെന്റിമീറ്റർ ഇൻറ്റു 4.8 സെന്റിമീറ്റർ. സോ 48 ഇൻറ്റു 5 ചെയ്ത് നോക്കുക. 8 ഇൻറ്റു 5 40 20 24. സോ 240 എന്ന് വരും. ഒരു ഡെസിമൽ പ്ലേസ് മാറ്റുമ്പോൾ 24 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. മനസ്സിലായോ? ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആകുമ്പോൾ രണ്ട് സൈഡിലും രണ്ട് രീതിക്കും ബേസും ഹൈറ്റും വരുന്ന ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. 5 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഫസ്റ്റത്തില് ലാസ്റ്റത്തെ ഫിഗർ ഇങ്ങനെയായിരുന്നു. അതിൻ്റെ അകത്ത് ഇത് 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. 2 സെന്റിമീറ്റർ. ഇതെന്ന് പറയുന്നത് 4.4 സെന്റിമീറ്റർ. സോ ഇവിടെ ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ 2 സെന്റിമീറ്റർ ആണ് അല്ലേ? അപ്പൊ ഏരിയ എന്ന് പറഞ്ഞാൽ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസിന്റെ അവിടെ 2 സെന്റിമീറ്റർ ഉണ്ട്. ഹൈറ്റിന്റെ അവിടെ എന്തുണ്ട്? 4.4 സെന്റിമീറ്റർ ഉണ്ട്. 44 into 2 ചെയ്യുമ്പോൾ 88 എന്ന് കിട്ടും. ഒരു ഡെസിമൽ പ്ലേസ് മാറ്റുമ്പോൾ 8.8 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു.
ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ എന്താ ചെയ്യേണ്ടതെന്ന്. സോ ഇതിന്റെ തേർഡ് ക്വസ്റ്റ്യൻ, അതായത് ഫൈൻഡ് ദ മിസ്സിംഗ് വാല്യൂസ് എന്ന് പറയുന്ന ഒരു തേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അത് അടുത്ത പാർട്ടിലായിരിക്കും വരുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടതായിരുന്നു. അപ്പോൾ അത് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.